ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മിന്നുക്കുട്ടിയുടെ 4th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മിന്നൂസിൻ്റെ ബർത്ത്ഡേയുമായി ഒരു വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ മിന്നുവിനെ നേരത്തെയൊക്കെ കുളിപ്പിച്ച് അതിനുശേഷം അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സുറുമി കേട്ടോ. അവളുടെ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, മുഖത്ത് നല്ലൊരു സുന്ദരി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മിന്നു ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് എല്ലാറ്റിനും. ഇന്ന് മിന്നുകുട്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ. അവൾ അത്ത വലിയ കേക്ക് വാങ്ങിക്കും. എന്നിട്ട് മുടി ചെയ്യാൻ വേണ്ടി സുറുമി പിടിച്ചു നിർത്തിയിരിക്കണം. അങ്ങനെ മുടി ചീവിക്കൊണ്ടിരിക്കുകയാണ് സുറുമി. അങ്ങനെ മുടിയൊക്കെ ചീവി മിന്നുവിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ കിച്ചൂട്ട് എണീച്ചിട്ടുണ്ട്. കുറച്ച് നേരം എണീച്ചിട്ടുണ്ട്. ഞങ്ങളെ കിച്ചു 5 മാസമായി ഗൈസ്. അപ്പൊ ഗൈസ് ഇതാക്കണം ഞങ്ങളുടെ കിച്ചു ഇല്ലേ. അയ്യോ സുന്ദരനായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങളെ കിച്ച അവന് കണ്ടോ, അവന് റൂമിൽ കിടക്കുന്ന ഇഷ്ടമല്ല, അവനിങ്ങനെ കട്ടിലിൽ കിടക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ ഞങ്ങള് കറങ്ങാൻ പോകുന്ന സമയമാണ്. കാരണം ഞങ്ങൾ ഈ സമയത്താണ് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് കൊള്ളാൻ നടക്കുന്നത്. ഞങ്ങളിപ്പോൾ കാക്കയിലെയും പൂച്ചേനെയും ഇലയും വളിയൊക്കെ വേണം, ഇലയും കുളയൊക്കെ ഞങ്ങളെ കുഞ്ഞിനെ കാണണം. ഞങ്ങൾക്ക് ഓരോ നിർബന്ധങ്ങളുണ്ട്. ഇപ്പം കണ്ടോ, മേപ്പോട്ട് നോക്കിയിട്ടുണ്ട്, ഇല അനങ്ങുന്ന അവിടെ. അതിന് മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അമ്മച്ചിയുടെ കയ്യിലോട്ട് കിച്ചനെ ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് അരി കൊണ്ടിടാം. ഇന്ന് ഞങ്ങളുടെ മിന്നുവിന്റെ ബർത്ത്ഡേ കേട്ടോ, 4ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫുഡിന്റെ തയ്യാറെടുക്കുകയാണ്. ഇന്ന് ഞങ്ങള് ചിക്കൻ മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇക്ക ഇവിടെ ചിക്കന് വറുക്കാൻ വെച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ വെളിയിൽ മന്തി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പൊ ഗെയ്സ് ഇതൊക്കെ ഞങ്ങളുടെ കിച്ചു കേട്ടോ. കിച്ചു കണ്ടോ, സുന്ദരനായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇക്കാന്റെ തോളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ. കിച്ചു കിച്ചു കിച്ചു. അങ്ങനെ റൈസിനുള്ള വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ എല്ലാം കുറേശ്ശെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കുന്നത് കണ്ടോ, മന്തിക്കുള്ള വെള്ളം അടുപ്പിൽ കിടന്ന് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സഹായിയായിട്ട് എനിക്കിതാ എൻ്റെ അനിയത്തി സുറുമയുണ്ട് കണ്ടോ, സഹായിയായിട്ട് അവള്. അപ്പം ഞങ്ങൾ 2 പേരുമാണ് ചോറ് റെഡിയാക്കുന്നത്. പിന്നെ ചിക്കന് ഇക്ക റെഡിയാക്കുന്നുണ്ട്. അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. വൈകിട്ടാണ് കേട്ടോ കുഞ്ഞിന്റെ ബർത്ത്ഡേ. എല്ലാവർക്കും ഉച്ചക്ക് ജോലിക്ക് പോകണവർക്ക് പോവാല്ലോ. ഞങ്ങള് കെട്ടിയന്മാര് 2 പേരും, പിന്നെ സുറുമിയുടെ അത്തയുണ്ട്, പിന്നെ ഞങ്ങളെ വീട്ടിലില്ലോലൊക്കെ തന്നെ, അല്ലാതെ വേറെ മാമി ഉണ്ടാവും, പിന്നെ അങ്ങനെ വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. കുഞ്ഞിന്റെ 3 ബർത്ത്ഡേ നമ്മൾ നല്ലപോലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നല്ലപോലെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഇത് ചെറിയ ലളിതാക്കിയിട്ട് ഒരു ചെറിയൊരു ബർത്ത്ഡേ. അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേന്റെ വിശേഷങ്ങൾ എനിക്ക് വഴിയെ കാണാം. നമ്മൾ ഓണം വ്ലോഗ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഓണം വ്ലോഗ് ഒക്കെ വരുന്നതായിരിക്കും. മന്തി വെക്കാണ്ടായിട്ട് ഇങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കഴുകി ഒന്ന് വാർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് തിളച്ച് വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പറഞ്ഞ് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്ക് ഇങ്ങനെ നിലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വയറ് നിറക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഉപ്പേരി കിട്ടിയിട്ടുണ്ട്, ശർക്കര വരട്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര വരട്ടി ഞങ്ങൾ ആദ്യം തിന്ന്. അപ്പോൾ ഉപ്പേരി തിന്നിട്ട് ഇച്ചിരി വയറ് നിറക്കും. അതാണ് ശർക്കര വരട്ടി. അവളുടെ മിന്നുൻ്റെ കയ്യിൽ ഉണ്ടോ, മിന്നുൻ്റെ കയ്യിലതാ ശർക്കര വരട്ടി. മിന്നുവിന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ, മിന്നുവിന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് അതാട്ടോ. അപ്പൊ ഗൈസ് റൈസ് വേവാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പൊ നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ അയ്യത്തൊന്ന് പോയി വരാം. നമ്മൾ അയ്യത്തൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അതല്ലേ ഇവിടെ ഫ്രാഷൻ ബോർഡ് ഇഷ്ടം പോലെ ഇല്ല, വിളയാൻ ഇപ്പൊ ഇഷ്ടം പോലെ നിപ്പുണ്ട്.
ഇടയ്ക്ക് ഇവിടെ ആരെങ്കിലൊക്കെ ഒന്ന് പിച്ച് തിന്നും. നമ്മളിപ്പോ കുറച്ച് ദിവസം ഇങ്ങോട്ട് കൈ എത്തുന്നിടത്തുണ്ട്. വിളയ അത് നിപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മൂക്കാനായതല്ല, ഇതൊക്കെ പട്ട. പക്ഷെ ഇത് നല്ല മധുരമാ കേട്ടോ. പക്ഷെ ദാണ്ടില്ല ദോണ്ടില്ല, അതൊക്കെ വിളഞ്ഞെടുക്കുവാ. ദേണ്ട് ദേണ്ട് ദോണ്ട് വിളഞ്ഞു കിടക്കുന്ന. വിളഞ്ഞു കിടപ്പുണ്ട്, നമുക്കത് പറിക്കണം. ഈ ആഴ്ച തന്നെ പറിക്കാൻ തീരും തോന്നുന്നു. ഒത്തിരി പറിച്ചിട്ടുണ്ടായിരുന്നു. എന്തിയേ അത് വിളഞ്ഞിട്ടില്ല, പൊട്ടാ. ഇത് വിളഞ്ഞു മേടിച്ച് ഇത് വിളഞ്ഞു. ദോണ്ടില്ല, അതിനകത്ത് ദോണ്ടാ ചുമച്ചുമാ നടക്കുന്നത്. ഇത് ചുമന്ന ചുമന്ന ഞങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്നു. അത് മഞ്ഞ വെട്ടിക്കളഞ്ഞതേ ഉള്ളൂ. ഇത്തിരി ഉണ്ട്, അത് കാട് പോലെ ആയപ്പോ ഞങ്ങള് വെട്ടിക്കളഞ്ഞു. അത് ഇച്ചിരി പുളിയൊക്കെ. ഇത് അങ്ങനെ പുളിയില്ല, ഇത് നല്ല മധുരമുള്ള ഫ്രാഷൻ പൊട്ട കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഷാമ്പൂനെ കളിക്കാം. ഇതാണ് നാച്ചുറൽ ഷാമ്പൂ. കണ്ടോ, ഇന്നലെ ഷിജുണ്ണ ഇത് തേല തേച്ചു. ഷിജു കണ്ടോ തേച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷാമ്പൂ കേട്ടോ. ഇത് തലി തേക്കുമ്പോ മുടിക്ക് നല്ലൊരു താരൻ മാറാൻ പറ്റിയ മരുന്നാണ്. ഇതിന്റെ സ്മെല്ലും നല്ലതാണ് കേട്ടോ. ഇവിടെ അയ്യത്ത് ഒത്തിരി ഉണ്ട് കണ്ടോ. ഇതിന്റെ ജെല്ല് കണ്ടോ, ഒരു മണമാണ്. നല്ല പോലെ നമ്മൾ ഈ ഷാമ്പൂ ഇട്ടിട്ട് മുടി കഴുകുന്ന അതേ ഒരു കണ്ടീഷനിൽ നിൽക്കും. തോട്ടെടുത്തോണ്ടായിരുന്നല്ലേ നിന്നോടൊക്കെ ഇഷ്ടം പോലെ ഈ ചുമന്നൊക്കെ നിക്കുന്നത് അതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ നിപ്പുണ്ട്, അവിടെ ചുമന്നൊക്കെ നിപ്പുണ്ട്. ഞാൻ അയ്യം കണ്ട ഞെട്ടരുത് ഗൈസ്. മഴ പണി കിട്ടുന്ന ലക്ഷണമുണ്ട്. മഴ ചെറുതായിട്ട് മഴ, നമുക്ക് മഴ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് വെയിലിട്ട് തോന്നുന്നുണ്ട്. വെയിലുണ്ട്, ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറ്റുന്നുണ്ട്. എന്തല്ല പണി പാളിന്നാ തോന്നുന്നേ. നമുക്ക് ഏതായാലും പെട്ടെന്ന് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെ അരിയൊക്കെ വേവിക്കായിട്ടതിന് ശേഷം നമ്മൾ അയ്യം വരെ ഒന്ന് പോയിട്ട് അയ്യം വരെ പോയി ഒന്ന് തിരിച്ചു വന്നപ്പോഴേക്കും റൈസ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഊറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു കണ്ണാപ്പയ്ക്കകത്ത് നമ്മൾ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അങ്ങനെ റൈസും ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇക്ക മന്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിച്ചു അത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ഒരുത്തന് മന്തി സെറ്റ് ചെയ്തത് കണ്ട് നോക്കി പഠിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പഠിച്ച് നമുക്ക് മന്തി ഉണ്ടാക്കണം കേട്ടോ. തന്നെ മന്തി ഉണ്ടാക്കണം കണ്ടോ. പെട്ടെന്ന് പഠിച്ച ഇത് കണ്ടോ, ഒരുത്തി കണ്ടോ മന്തി സെറ്റീനെ കണ്ടുകൊണ്ട് വരുന്നു കണ്ടോ. ഇനി നമുക്ക് മന്തിക്കുള്ള ഒരു സ്മോക്കി സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കനലിട്ട് കൊടുത്ത് അതിലൽപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി ഒന്ന് കനലിട്ടൊന്ന് ചെറു കനലിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഗൈസ് ഞങ്ങൾ ദമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. കണ്ടോ ഒക്കെ എല്ലാം വെളിയിലോട്ട് പോകുന്നു. എങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് അതായിട്ട് കാണുന്നത്. എൻ്റെ നാട്ടിലൊന്നും ടേസ്റ്റാണ്. ഇതുകൊണ്ട് മെഴുക്ക് വരട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ്. കണ്ടോ, ഇതാണ് തെവിതിന് ഒന്ന് കാണിച്ചൊക്കെ സുമി. കണ്ടോ പൂക്കുന്നേ ഉള്ളൂ. ഇതൊരു വലിയ കണ്ടോ ഈ പൂക്കളൊക്കെ ഉണ്ട്. ഒത്തിരി കണ്ടോ ചെറിയില്ല. ഒത്തിരി പൂക്കളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കോവയ്ക്ക് മൊത്തം പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും എടുക്കുന്നുണ്ട്. മൊത്തം ഒത്തിരി കോവലുണ്ടായി ഞങ്ങൾക്ക് ഡെയിലി. ഈതപ്പഴം പോയിട്ടില്ല. കുറച്ച് കണ്ടോ വെണ്ടക്ക നമ്മുടെ അയ്യത്ത് വെണ്ടക്ക നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ചീര ഉണ്ട്. ചീരല്ല, സോറി ഗൈസ്, തുണി കിടക്കുന്നത്. ചീനി ഞങ്ങൾ കമ്പ് നട്ട് വെച്ചേ. പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾക്കൊരു കിഴങ്ങ് കിട്ടുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചേമ്പുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചുമ്മാ കമ്പ് നട്ട് വെച്ചതാ. അല്ല, അത് അമ്മ നട്ട് വെച്ചതല്ലേ. ഇതിപ്പോ ഇങ്ങനെ നിൽക്കും. 2 ദിവസം കഴിയുമ്പോ പന്നി കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എല്ലാവർക്കും കുറച്ച് തേയില വെള്ളമൊക്കെ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് മന്തിക്കുള്ള മയോണൈസ് അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ 4 മുട്ടയുള്ളൂ എടുക്കുന്നത്, അധികം ആളൊന്നും ഇല്ലല്ലോ. അങ്ങനെ മുട്ട കൊണ്ടുള്ള മയോണൈസും ഉണ്ടാക്കി, അതുപോലെ തക്കാളി സോസ് ഉണ്ടാക്കി.
അപ്പോഴേക്കും കട്ട് ചെയ്യാനുള്ള ബർത്ത്ഡേ കേക്കൊക്കെ എത്തി കേട്ടോ. അത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റി. അങ്ങനെ മയോണൈസും തക്കാളി സോസും നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ രാത്രിയാണ് കേട്ടോ ബർത്ത്ഡേ ഫംഗ്ഷന്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. അതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് ആരംഭിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേക്ക് വെളിയിലോട്ടൊക്കെ എടുത്ത് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കേക്ക് കട്ടിങ് തുടങ്ങാം. കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. വാഞ്ചോ കേക്കായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ തീം വരുന്നത് ടോം ആൻഡ് ജെറി തീമിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ. മിന്നുവിന് അത്ര നിർബന്ധമായിരുന്നു അവൾക്ക് ടോം ആൻഡ് ജെറി തന്നെ വേണമെന്ന്. അപ്പം അങ്ങനെ ഈ കേക്ക് ഓർഡർ ചെയ്തത് അടൂരിലുള്ള ആയിഷാസ് കേക്ക് ഷോപ്പിൽ നിന്നാണ് ഈ കേക്ക് ഓർഡർ ചെയ്തത് കേട്ടോ. മിന്നുവിൻ്റെ 3 ബർത്ത്ഡേക്കും ഞങ്ങൾ അവിടെ നിന്നായിരുന്നു കേക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കേക്കിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. Happy birthday to you, Minnu. Happy birthday to you. അറിയാലോ. അയ്യോ എല്ലാരും കയ്യടിച്ചേ കയ്യടി. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം മിന്നുവിന് എല്ലാവരും കേക്ക് കൊടുത്തു. അതുപോലെ അവളും തിരിച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. അങ്ങനെ ആദ്യം ഞങ്ങളാണ് കേട്ടോ കഴിച്ചത്. ആദ്യം പെണ്ണുങ്ങളാണ്, ഈ വീട്ടിലെ പെൺപടകളാണ് കഴിച്ചത്. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആണുങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. മന്തി ഉണ്ടായിരുന്നു, പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു, തക്കാളി സോസ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയും ചെറിയ തോതിൽ ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.